ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് മുരിങ്ങയില കൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിൽ നല്ല കിടിലനൊരു ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5-8 കഷ്ണം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു പിടിയോളം മുരിങ്ങയില ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മുരിങ്ങയില. ഓറഞ്ച്, ആപ്പിൾ, ക്യാരറ്റ്, തൈര്, വാഴപ്പഴം എന്നിവയെ അപേക്ഷിച്ച് മുരിങ്ങയിലയിൽ വിറ്റാമിൻ എ, സി, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിരിയമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. പുളിയൊന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി മിക്സ് മൂടിയിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. കൂടുതൽ അങ്ങ് അരഞ്ഞു പോകണ്ട. ഇതുണ്ടെങ്കിൽ ചോറിന് വേറൊരു കറിയുടെ ആവശ്യമില്ല. കിടിലൻ റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.